കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസുകാരിൽ ഒരാളാണ് തങ്കച്ചൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനും വലിയ നഷ്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ നിൽക്കുന്ന പെരുമ്പാവൂരിൽ നിന്നുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരു കുടുംബ ബന്ധത്തിന്റെ ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. പെരുമ്പാവൂരിൽ ഒരു മുനിസിപ്പൽ കൌൺസിലറായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. ആ മുനിസിപ്പൽ കൌൺസിലറായി മത്സരിച്ച് ആ പ്രാവശ്യം തന്നെ പെരുമ്പാവൂരിന്റെ മുനിസിപ്പൽ ചെയർമാനാകാൻ തങ്കച്ചന് കഴിഞ്ഞു. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിട്ടാണ് അന്ന് ശ്രീ പി തങ്കച്ചൻ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർമാനായി. ദീർഘകാലം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതിനുശേഷം അദ്ദേഹം 4 പ്രാവശ്യം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സ്പീക്കറായിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്പീക്കർ എന്ന നിലയിൽ കേരള നിയമസഭയെ നിയന്ത്രിക്കുന്നതിൽ റൂൾസും ചട്ടവും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ രീതിയും വളരെ ശാന്തമായി നിന്നുകൊണ്ട് കേരള നിയമസഭയെ നിയന്ത്രിക്കുന്നതിനും പ്രക്ഷുബ്ധമായ കേരള നിയമസഭയെ പലപ്പോഴും ശാന്തമാക്കാനും ബഹുമാനായ ശ്രീ പി തങ്കച്ചന് കഴിഞ്ഞിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും വളരെയധികം മാതൃകാപരമായിരുന്നു. സംഘടനാ രംഗത്ത് മണ്ഡലം പ്രസിഡന്റ് മുതൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം 11 വർഷക്കാലം അദ്ദേഹം UDFന്റെ കൺവീനറായിരുന്നു. എനിക്ക് ശ്രീ പി തങ്കച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഒരു സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊന്ന്, അദ്ദേഹം വളരെ പക്വമതിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടോ അദ്ദേഹത്തിന്റെ സമീപനം കൊണ്ടോ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടോ ആരെയും അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഒരു ബഹുമാനവും സ്നേഹവും പിടിച്ചുപറ്റാൻ പ്രിയപ്പെട്ട ശ്രീ തങ്കച്ചന് കഴിഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂരിലെ 2 നേതാക്കന്മാരായിരുന്നു ശ്രീ TH മുസ്തഫയും ശ്രീ പി തങ്കച്ചനും. രണ്ടുപേരും ഞങ്ങളിൽ നിന്നിട്ട് വിട്ടുപോയിരിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി എന്റെ കാര്യം കൂടി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ സുഖദുഃഖത്തിൽ പങ്കുചേർന്നവരാണ്. 1982 ബഹുമാനായ തങ്കച്ചൻ ചേട്ടൻ ആദ്യമായി നിയമസഭയിൽ കടന്നു വരുന്നത്. ആ 82 ഞാനും കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തങ്കച്ചേട്ടൻ പെരുമ്പാവൂരിൽ നിന്നും ഞാൻ പിറവത്തിൽ നിന്നും. ഞാൻ ഭാഗ്യമായി കരുതുന്നു അദ്ദേഹത്തെ പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കന്മാരുമായി അന്ന് നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി അസുഖമായി ഇവിടെ ആശുപത്രിയിലായിരുന്നു. അസുഖമായ സമയത്തും അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹം നിലനിർത്തിയിരുന്നു. ഞാൻ വളരെ ഇതുകൊണ്ട് പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഫോൺ ചെയ്ത് എല്ലാ ബഹുമാനരായ കോൺഗ്രസ് നേതാക്കന്മാരെയും ഘടകകക്ഷി നേതാക്കന്മാരെയും ജനങ്ങളെയും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അതിനു മുമ്പ് ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എല്ലായിടത്തും ഓടി നടന്നിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് തങ്കച്ചന്റെ ഇവിടെ വന്ന് കണ്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ നോട്ടവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും എന്താണ് എന്ന് എന്നോട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന്റെ മകൻ വർക്കിയുടെ സ്ഥാനത്തിൽ അദ്ദേഹത്തിൽ പറയുന്നത് എല്ലാം അദ്ദേഹം കേൾക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾക്കുണ്ടായ നഷ്ടം ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല, ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തുണയായി നിന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു വിശ്വാസിയായിരുന്നു. ആ വിശ്വാസിയായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ആ വിശ്വാസം മറ്റ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും തടസ്സമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹിഷ്ണുത, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി മുഴുവൻ ആളുകളെയും അദ്ദേഹം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തങ്കച്ചേട്ടന്റെ നഷ്ടം തീരാ നഷ്ടമാണ്. ആ നഷ്ടത്തിന്റെ വേദന ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.